ഹലോ ആൾ വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ്. സോ നമ്മൾ എന്തായി കുറച്ചായിട്ട് ഒളിമ്പിയാഡ്സിന്റെ വീഡിയോസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാണ്. എന്താണ് ആർഎംഒന്റെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, IOQന്റെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആർഎംഒ. സോ നമ്മൾ ഒളിമ്പിയാഡ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്, എന്തിനാണ് ഒളിമ്പിയാഡ്സ് എഴുതുന്നത് അല്ലേ, മാത്ത് ഒളിമ്പിയാഡിന്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഇൻട്രോ തരാം. ഓക്കെ, അപ്പോൾ ഒളിമ്പിയാഡ് എങ്ങനെ തുടങ്ങുന്നത്? IOQM രജിസ്ട്രേഷൻ 5 സ്റ്റേജിലാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ സ്റ്റേജ് 1 എന്താണ്, IOQM രജിസ്ട്രേഷൻ ആണ്. ആൻഡ് ദ സ്റ്റേജ് 2 എന്താണ്, അവിടുന്ന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് IOQM ഷോർട്ട് ലിസ്റ്റ് ആയ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യും, ആർഎംഒയിലോട്ട് എത്തും. ആർഎംഒ എന്ന് പറഞ്ഞാൽ എന്താണ്, റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് ആണ്. ഇവിടെയാണ് നമ്മുടെ റീജിയണൽ വൈസ്. ഇപ്പോൾ നമ്മുടെ റീജിയൻ എന്താണ്, കേരള ആൻഡ് ലക്ഷദ്വീപ് ആണ്. അപ്പോൾ അവിടുത്തെ ഷോർട്ട് ലിസ്റ്റ് IOQM ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അവിടെ മത്സരിക്കുന്നതാണ്. അവിടെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും, INMOയിലോട്ട് പോകും, ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്, അതിനകത്തോട്ട് പോകും. അവിടെ ആയിരിക്കും എന്ത് വരുന്നത്, ഓരോ സ്റ്റേറ്റിലെയും ടോപ്പ് ആയിട്ടുള്ള പിള്ളേർ എന്തായിരിക്കും അവിടെ വരുന്നത്. അവിടുന്ന് വീണ്ടും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള കുട്ടികളെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എങ്ങോട്ട്, ക്യാമ്പിനകത്തോട്ട്. ആൻഡ് ദ ഫൈനൽ തിങ് ഈസ്, ഫൈനൽ സ്റ്റേജിൽ എന്താണ്, ഇന്റർനാഷണൽ ലെവൽസിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യനെ തന്നെ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് അതിനകത്ത് ആയിരിക്കും 6 പേരായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. സോ കുറച്ചും കൂടി ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ടോപ്പ് 200 സ്റ്റുഡൻസ് ആയിരിക്കും IOQമിനകത്ത് നിന്ന് എന്തായി പോകുന്നത്, ആർഎംഒനകത്തോട്ട് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കാറ്റഗറി എ ഉണ്ട്, കാറ്റഗറി ബി ഉണ്ട്. കാറ്റഗറി എ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ക്ലാസ് 8 മുതൽ +1 വരെയുള്ള സ്റ്റുഡൻസിനാണ് കാറ്റഗറി എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, +2 സ്റ്റുഡൻസിനാണ് കാറ്റഗറി ബി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഗേൾസിന് എന്ത് റിസർവേഷനും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കുറച്ചും കൂടെ അവരുടെ ഒരു എന്താണ് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും. കാരണം ഗേൾസിന്റെ ഒരു എന്താ പറയുന്നത്, ഗേൾസിന്റെ ഒരു ഒളിമ്പിയാഡ്സിനകത്തുള്ള അവരൊരു പ്രസൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അവരൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഗേൾസിന് ഒരു 5 പേർക്കും കൂടെ എന്ത് ചെയ്യും, കാറ്റഗറി എ എന്ന് അഡീഷണൽ 5 ഗേൾസും കൂടെ വരുന്നതായിരിക്കും. അവിടുന്ന് പിന്നീട് പോകുന്ന സമയത്ത് എന്താണ്, ആർഎംഒ എന്ന് INMOയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ടോപ്പ് 30 സ്റ്റുഡൻസ് ഫ്രം കാറ്റഗറി എ എന്നുണ്ടാവും. അതുപോലെ തന്നെ 6 സ്റ്റുഡൻസ് ഫ്രം കാറ്റഗറി ബി എന്നുണ്ടാവും. ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്, ഗേൾസിനകത്ത് ഒരു 5 അഡീഷണൽ ഗേൾസും കൂടെ വരുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പിനകത്തോട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ IMOയിലോട്ട് പോകും. IMOനകത്ത് എന്താണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 6 സ്റ്റുഡൻസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് 6 സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിരാട് കോഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. സെയിം കണക്ക് ഇന്ത്യനെ മാത്ത് ഒളിമ്പിയാഡ് ലെവലിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന നാഷണൽ വേൾഡ് വൈഡില്, ഇന്റർനാഷണൽ വേൾഡ് വൈഡില് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന 6 പേരായിരിക്കും നമ്മളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇന്ത്യനെ തന്നെ വിരാട് കോഹ്ലി എങ്ങനെയാണോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, സെയിം കണക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യനെ മാത്ത് ഒളിമ്പിയാഡിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇതാണ് കഴിഞ്ഞ IMO 2020-2025 കുറച്ച് ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിനകത്ത് എന്താണ്, കഴിഞ്ഞ 66th ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡാണ് നടന്നത്. ആൻഡ് അതിന്റെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാവുന്നതാണ്. സോ ആൻഡ് കഴിഞ്ഞ തവണത്തെ കാര്യം പറയാൻ, ഇവരാണ് നമ്മുടെ കഴിഞ്ഞ തവണ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോയ 6 പേരാണ്. 6 പേരിനകത്ത് തന്നെ നമ്മൾ പോയ സമയത്ത് നമുക്ക് 3 ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. സെയിം കണക്ക് 2 സിൽവറും അതുപോലെ തന്നെ ഒരു ബ്രോൺസ് മെഡലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ പ്രസൻസ് ഇന്ത്യൻ ഒളിമ്പിയാഡിനകത്ത് ഓൾറെഡി നമ്മൾ എന്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ലക്ഷ്യം എന്താണ്, ഈ 6 പേരിൽ അടുത്ത തവണ എന്താവണം, നമുക്ക് അതിനകത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രയത്നിക്കണം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഇന്ത്യയിലെ തന്നെ എലൈറ്റ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന IITs തന്നെ ടോപ്പ് IIT ആണ് IIT മദ്രാസ്. IIT മദ്രാസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒളിമ്പിയാഡ്സിനൊക്കെ പങ്കെടുത്ത കുട്ടികൾക്ക് JEE അഡ്വാൻസ്ഡ് ബൈപ്പാസ് ചെയ്തിട്ട് ചിലപ്പോൾ സമയത്ത് ചില JEE ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, BTechന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, UG അഡ്മിഷൻസ് IIT മദ്രാസ് എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പ് ലെവലിൽ എത്തിയ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻ ദ ലാസ്റ്റ് 4 years the candidate must have participated in the international mathematical olympiad, which means കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒളിമ്പിയാഡിനകത്ത് ടോപ്പ് ലെവലിൽ എത്തുന്ന ഫൈനൽ സ്റ്റേജിൽ എത്തിയില്ലെങ്കിൽ പോലും എന്താണ് ക്യാമ്പിനകത്ത് എത്തിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും, നേരെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നതാണ്. ഈവൻ JEE അഡ്വാൻസ്ഡ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, UG അഡ്മിഷൻ, അവിടെ BTechന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കോഴ്സ് ആയിരിക്കും. അവിടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടിട്ട്
മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെ ബിടെക് എഞ്ചിനീയറിംഗ് കോഴ്സിനാണ് IIT മദ്രാസ് എന്ത് ചെയ്യുന്നത് അഡ്മിഷൻ തരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയത്. ഇനി വീണ്ടും നോക്കാം, IIT കാൺപൂരും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അഡ്മിഷൻ തരുന്നുണ്ട്. IIT കാൺപൂർ എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തും. നമ്മുടെ ടൈം എക്സാം ഒക്കെ പോലെ തന്നെ ഒരു CBT എക്സാം നടത്തും. അവർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാമ്പിനകത്തോട്ടൊക്കെ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് JEE ഒന്നും ഇല്ലാതെ തന്നെ +2 മാർക്ക് +2 കഴിഞ്ഞിട്ട് ഉടനെ എന്ത് ചെയ്യാം, എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നേരെ IIT-ലോട്ട് JEE ഇല്ലാതെ തന്നെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് ലെവലിൽ 6% എത്തിയില്ലെങ്കിൽ പോലും നമ്മൾ അതിന്റെ ബിലോ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ IIT കാൺപൂരിനകത്തുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബയോളജിക്കൽ സയൻസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ്, എക്കണോമിക് സയൻസ്, അതുപോലെ തന്നെ BS മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്, കമ്പ്യൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം IIT ഗാന്ധിനഗർ ആണ് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. IIT ഗാന്ധിനഗറും സെയിം കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒളിമ്പ്യാഡിനകത്ത് അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ച അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ആർ സെലക്ട് ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് IMO സെലക്ട് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, IIT ഗാന്ധിനഗറും വിളിക്കുന്നുണ്ട്. ആൻഡ് മറ്റേ ക്യാമ്പിനകത്ത് ഉണ്ടായാൽ മതി. കഴിഞ്ഞ 4 വർഷം, ഈ വർഷമോ ഇപ്പോൾ നിങ്ങൾ +2 ഇത്തവണയാണ് പാസ്സാവുന്നതെങ്കിൽ, സപ്പോസ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കാം. ഇനി ഫ്യൂച്ചറിനകത്ത് നിങ്ങൾ +2 കഴിഞ്ഞ സമയത്ത് +2ന് മുന്നുള്ള 4 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴും, നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ IMO എത്തിയിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ക്യാമ്പിനകത്തൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ടും എന്താണ് മാർക്സ് ഒക്കെ വാലിഡ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ IIT ബോംബെ ഉണ്ട് അടുത്ത, അറിയാലോ IIT മദ്രാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIT ബോംബെ ഇന്ത്യനകത്ത്. അപ്പോൾ IIT ബോംബെ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ കാണാം up to 6 such eligible students will be admitted to the BS മാത്തമാറ്റിക്സ് പ്രോഗ്രാം. അപ്പോൾ IIT ബോംബെനെ തന്നെ ടോപ്പ് കോഴ്സ് ആണ് BS മാത്തമാറ്റിക്സ്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, നമ്മളെ IMO-നകത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ 6 സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, നേരെ അങ്ങോട്ട് അഡ്മിഷൻ കിട്ടുന്നതാണ് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ IIT ഹൈദരാബാദ് അല്ലേ, IIT ഹൈദരാബാദ് ഒക്കെ കമ്പ്യൂട്ടർ സയൻസിന് പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. വലിയ വലിയ പ്ലേസ്മെന്റ്സ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നല്ല പാക്കേജിന്. സോ IIT ഹൈദരാബാദ് എന്ത് ചെയ്യുന്നുണ്ട്, UG PG പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിമ്പ്യാഡ്സിന്റെ ബേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒളിമ്പ്യാഡ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അത് നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വലിയ വലിയ സ്റ്റേജസിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് എലൈറ്റ് ക്ലാസ്സിലോട്ടാണ് നമ്മൾ മാറാൻ വേണ്ടി പോകുന്നത് മനസ്സിലാക്കാം. എല്ലാവരും പോലെയും ആയിരിക്കില്ല പിന്നീട് നമ്മൾ അങ്ങോട്ട് 1% എലൈറ്റ് ക്ലാസ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഗോൾ എപ്പോഴും ഉണ്ടാവേണ്ടത്. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ സീരിയസ്നെസ് ആയിട്ട് തന്നെ കാണണം. ഓക്കെ, നമ്മുടെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും എന്താ അറിയാം, ഒളിമ്പിക്സ് എന്താണെന്ന് പലപ്പോഴും അറിയാവുന്നതാണ്. ഒളിമ്പിക്സ് എന്താണ്, അത്ലറ്റിക്സ് അതല്ലെങ്കിൽ അതർ സ്പോർട്സ് തിങ് എന്താണ്, സ്പോർട്സിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇന്ത്യനെ തന്നെ വേൾഡിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സെയിം കണക്ക് അക്കാഡമിക്കലി ഈവൻ സയൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാലും, ഈവൻ മാത്ത് ഓർ സയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അക്കാഡമിക്കലി എന്താണ് ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇതുപോലെ വേൾഡ് വൈഡിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് ആക്ച്വലി എന്തുള്ളത്, ഒളിമ്പ്യാഡ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അവയർനെസ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. സോ നമ്മൾ പാരന്റ്സിന് ആയി കഴിഞ്ഞാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ എലൈറ്റ് ക്ലാസ്സിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അതെല്ലാം അവരെ ടോപ്പ് പ്രൊഫഷണലുകളായിട്ട് അവരെ മാറ്റുക എന്നുള്ളത് നമ്മുടെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റിലുള്ള കുട്ടികൾ ഇതിന്റെ പിറകിലോട്ട് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരും അറിയുന്നില്ല. നമ്മൾ എപ്പോഴും ബോർഡ് എക്സാമിന്റെ കൂടെ പോയി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇങ്ങനത്തെ മത്സര പരീക്ഷകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്താനൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. ഈവൻ നമ്മളാണ് ലിറ്ററസി റേറ്റിൽ കേരള സ്റ്റേറ്റ് നമ്പർ 1 ആയിരുന്നിട്ട് പോലും നമ്മൾ പലപ്പോഴും ഇത് അറിയുന്നില്ല എന്നതാണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നത്. സോ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ബൈ ലേണിങ്ങിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് പെട്ടെന്ന് അറിഞ്ഞ് അവെയർ ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങൾ പാരന്റ്സ് എന്ത് ചെയ്യണം, ശ്രമിക്കണം. സോ പിന്നെ അതുപോലെ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIT ബാംഗ്ലൂർ. IIT ഹൈദരാബാദിന് പറഞ്ഞ പോലെ തന്നെ അടുത്ത ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIT ബാംഗ്ലൂർ. അവിടെ എന്താണ് വലിയ പ്ലേസ്മെന്റ്സ് വരുന്ന കോളേജ് ആണ്. സോ ഇവിടെയൊക്കെ നമുക്ക് JEE-ന്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കുന്നത് സാധാരണഗതിയിൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈവൻ സ്റ്റേജ് 5 എത്തിയില്ലെങ്കിൽ പോലും, ഞാൻ വീണ്ടും പറയാണ്, സ്റ്റേജ് 4 എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു അവസരമാണ്. സോ നമ്മളത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഈ വർഷത്തെ 2026-നകത്തുള്ള രജിസ്ട്രേഷൻ ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേറെ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്, വേറെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഈ വർഷം എക്സാം വരുന്നത് എന്താണ്, അതിന് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള IOQM-ന്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. അതും കൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. സോ
ഇനി വേറെ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിപ്പിൾ ഐ ടി ഡൽഹിയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ. ആൻഡ് പിന്നെ അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സിന് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ നിന്നുണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ബി സ്റ്റാറ്റ് ഹോണേഴ്സ് മാത്തമാറ്റിക്സിനകത്തും സ്റ്റാറ്റിക്സിനകത്തുള്ള ഹോണേഴ്സ് കോഴ്സ്. അത് ഇന്ത്യയിലെ തന്നെ സ്റ്റാറ്റിക്സ് പഠിക്കാൻ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്സ് പഠിക്കാനുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ട് എൻട്രൻസ് എക്സാം ക്ലാസ് 12 ശേഷം +2 ശേഷമാണ് നടത്തിയിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ ഒളിമ്പ്യാഡ്സിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് നേരെ അഡ്മിഷൻ ഈ കോളേജിലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്ത്യയിലെ തന്നെ ടോപ്പ് 1% ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ട് അവിടെ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ നല്ല പ്രൊഫഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാറാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ PG അഡ്മിഷൻസും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് പോലത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ CMI ഓൾറെഡി പറഞ്ഞില്ലേ. പിന്നെ സ്കോളർഷിപ്സ് ഉണ്ട്, അതുപോലത്തെ സ്കോളർഷിപ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നും കൂടെ മനസ്സിലാക്കാം. പിന്നീട് ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതുപോലെ എന്താണ് MIT, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ് പോലത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇതുപോലത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിമ്പ്യാഡ്സ് സ്കോർസ് ഉള്ള ഒളിമ്പ്യാഡ്സിനകത്ത് ടോപ്പ് ലെവലിലത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നീട് ഇനി പറയാനുള്ളത്, കഴിഞ്ഞ തവണ നമ്മുടെ എക്സാം വൈലിനകത്ത് പഠിച്ചിട്ട് ടോപ്പ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ പൂജ മോഹനും ഈ കാണുന്ന കുട്ടികളൊക്കെ. സോ നമ്മുടെ എക്സാം വൈലിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴായിട്ട് ഇഷ്യൂ വരുന്നത് എന്താണ്, കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കിട്ടുന്നില്ല എന്നാണ് പലപ്പോഴും ഇങ്ങനത്തെ മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ പിറകോട്ട് പോകാനുള്ള റീസൺ എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം വൈൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫൗണ്ടേഷൻ കോഴ്സ് വഴി ഈ കുട്ടികളുടെ എന്ത് ചെയ്യും, മാത്സിനകത്തും സയൻസിനകത്തൊക്കെ ഉള്ള ബെസ്റ്റ് ആയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും, ടൈലർ ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് വഴി നമ്മൾ എന്ത് ചെയ്യും, അവരെ മാക്സിമൈസ് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കുന്നതാണ്. സോ ആൻഡ് ഈ കുട്ടികളാണ് കഴിഞ്ഞ 2024 IOQMന്റെ റിസൾട്ട്സ് ആണ് നമ്മുടെ എക്സാം വൈലിനെ തന്നെ. ആൻഡ് 2025 റിസൾട്ട്സും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഈ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സാം കഴിഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിന്റെ അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിക്കായിട്ടുണ്ട്. June 30 ഈ മാസം അവസാനത്തോടെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ബാച്ചിന്റെ അഡ്മിഷൻ ഒക്കെ നിർത്തിവെക്കുന്നതാണ്. സോ ഇങ്ങനത്തെ മത്സര പരീക്ഷകളിലൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ എന്ന് പറയുന്നിട്ടുള്ള നമ്മൾ സാധാരണ ലെവലിൽ പഠിച്ചാൽ പോരാ, ഒരു പടിയും കൂടെ മുകളിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് എത്തുന്നത് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ എക്സാം വൈ ഫൗണ്ടേഷനകത്ത് കോഴ്സിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ്, മെന്റർഷിപ്പ് കിട്ടുന്നുണ്ട്, അതിന് ഇന്ററാക്റ്റീവ് ലെസൺസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 3000 രൂപയുടെ 2999 രൂപേന്റെ വർത്ത് ആയിട്ടുള്ള ഒരു മാത്സിന്റെ ബേസിക്സ് കവർ ചെയ്യുന്ന ഒരു കോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യണം, June 30 അതിന്റെ അവസാന ഡേറ്റ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നൊക്കെ എന്ത് ചെയ്യാം, താഴെ തന്നിട്ടുള്ള മൊബൈൽ നമ്പർ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണെന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാത്സിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, പലപ്പോഴും ഇത് അറിയാതെ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബാക്കിൽ നിന്ന് പാരന്റ്സ് ആണ് വീഡിയോ കാണുന്നെങ്കിൽ എന്ത് ചെയ്യാം, അവരെ ഒന്ന് പുഷ് ചെയ്തിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് ആയിട്ടുള്ള പ്രൊഫഷണലുകളായിട്ട് മാറ്റണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.